ചരിത്രം കുറിച്ച പെരിന്തൽമണ്ണയിൽ നജീബ് കാന്തപുരത്തിന്റെ വിജയം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കേവലം 38 വോട്ടുകൾക്ക് മാത്രം വിജയിച്ച നജീബ് ഇത്തവണ നേടിയത് 32,431 വോട്ടുകളുടെ ഭൂരിപക്ഷം. കെട്ടുറപ്പോടെയുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനമാണ് UDF കാഴ്ചവെച്ചത്. ഇടതുപക്ഷക്കാരുടെ പിന്തുണ പോലും ലഭിച്ചു. നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമാണ് തെരഞ്ഞെടുപ്പിലെ വൻ വിജയത്തിന് കാരണമെന്ന് നജീബ് കാന്തപുരം പറഞ്ഞു. രാഷ്ട്രീയ കക്ഷി വ്യത്യാസങ്ങൾക്ക് അതീതമായി കഴിഞ്ഞ 5 വർഷം പ്രവർത്തിച്ചത് ഇനി അങ്ങോട്ടും ആവർത്തിക്കുമെന്നും നജീബ് കാന്തപുരം പറഞ്ഞു. നജീബ് കാന്തപുരം നേടിയ 32,431 വോട്ടുകളുടെ ഭൂരിപക്ഷം പെരിന്തൽമണ്ണ മണ്ഡലത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷമാണിത്. പഞ്ചായത്തുകളിലും നഗരസഭയിലും വ്യക്തമായ ആധിപത്യത്തോടെ ലീഡ് സ്വന്തമാക്കിയ മിന്നും വിജയം. മേലാറ്റൂർ 4,907, വെട്ടത്തൂർ 5,182, നഗരസഭ 5,296, താഴേക്കോട് 7,917, ആലിപ്പറമ്പ് 6,527, പുലാമന്തോൾ 813, ഏലംകുളം 2,045 എന്നിങ്ങനെയാണ് ലീഡ് നില. ഇടത് കോട്ടകളിൽ പോലും LDF സ്ഥാനാർത്ഥിക്ക് ലീഡ് നേടാനായില്ല. കെട്ടുറപ്പോടെയുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനമാണ് UDF കാഴ്ചവെച്ചത്. ഇടതുപക്ഷക്കാരുടെ പിന്തുണ പോലും ലഭിച്ചു. നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമാണ് തെരഞ്ഞെടുപ്പിലെ വൻ വിജയത്തിന് കാരണമെന്ന് നജീബ് കാന്തപുരം MLA പറഞ്ഞു. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ പിന്തുണയോടുകൂടി UDF അധികാരത്തിലേക്ക് വരുന്നു. ആ അധികാരത്തിലേക്ക് വരുന്ന ഏറ്റവും നല്ല നമ്പറിൽ പെരിന്തൽമണ്ണ ഉണ്ടാവുന്നു. കഴിഞ്ഞ തവണ ഞങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ട്. ഈ നിമിഷം വളരെ വികാരഭരിതമായൊരു നിമിഷമായിരുന്നു. 5 വർഷം മുമ്പ് 38 വോട്ടിന് നമ്മൾ ജയിച്ച് വരുന്ന ഒരു സമയം. അത് ഏറെ നമുക്കൊക്കെ മാനസികമായിട്ട് അത്രയേറെ ഫോട്ടോ ഫിനിഷിലൂടെയാണ് അന്ന് തെരഞ്ഞെടുക്കപ്പെട്ടത്. പക്ഷെ ആ തെരഞ്ഞെടുപ്പിന് ശേഷം ഒരുപാട് പ്രതിസന്ധികളെ അതിജീവിച്ചുകൊണ്ട് ഒരു കേസുണ്ടായിരുന്നു, നിയമ പോരാട്ടങ്ങൾ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് 5 വർഷക്കാലം ജനങ്ങൾക്കിടയിൽ നിറഞ്ഞു നിന്ന് പ്രവർത്തിച്ചു എന്നുള്ള ഒരു ആത്മവിശ്വാസത്തോടെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. ഒരു കാര്യം ഉറപ്പിച്ചു പറയാൻ സാധിക്കും, പെരിന്തൽമണ്ണയിലെ UDFന്റെ കെട്ടുറപ്പോടെയുള്ള വളരെ ശക്തമായ പ്രവർത്തനം. നേതാക്കൾ മാത്രമല്ല, അവസാനത്തെ പ്രവർത്തകനും ഈ തെരഞ്ഞെടുപ്പിന് വേണ്ടി സമയം ചെലവഴിച്ചു. അവരുടെ വിയർപ്പിൻ്റെ വിലയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം. ഈ തെരഞ്ഞെടുപ്പിൻ്റെ വിജയം ഞാൻ എൻ്റെ പ്രവർത്തകർക്ക് സമർപ്പിക്കുകയാണ്. രണ്ടാമത്തെ ഒരു കാര്യം, പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയത്തിനെല്ലാം അതീതമായി വലിയ തോതിൽ, കാരണം വളരെ പൊളിറ്റിക്കലായൊരു മണ്ഡലമാണ് പെരിന്തൽമണ്ണ. ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായും രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന ഒരു സന്ദർഭമാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളും വളരെ പൊളിറ്റിക്കലായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. ആ രാഷ്ട്രീയ മുന്നേറ്റത്തെ സഹായിക്കുന്നതിന് വേണ്ടി വോട്ട് ചെയ്ത മുഴുവൻ ആളുകളോടും നന്ദി പറയാൻ വേണ്ടി ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഇടതുപക്ഷം ജനങ്ങളിൽ നിന്നും അകന്നതാണ് അവർ കനത്ത പരാജയം ഏറ്റുവാങ്ങാൻ കാരണം. രാഷ്ട്രീയ കക്ഷി വ്യത്യാസങ്ങൾക്ക് അതീതമായി കഴിഞ്ഞ 5 വർഷം പ്രവർത്തിച്ചത് ഇനി അങ്ങോട്ടും പ്രവർത്തിക്കുമെന്നും നജീബ് കാന്തപുരം MLA പറഞ്ഞു. UDF മാത്രമല്ല, UDFന്റെ പ്രവർത്തകർ മാത്രമല്ല, ഒരുപാട് ഇടതുപക്ഷത്ത് നിൽക്കുകയും ഇടതുപക്ഷത്തോട് ചേർന്ന് പ്രവർത്തിക്കുകയും ചെയ്യുന്ന നിരവധി ആളുകളുടെ പിന്തുണ കൂടിയാണ് 32,000-ലേറെ വരുന്ന ഭൂരിപക്ഷത്തിലേക്ക് ഈ വിജയം ഉയർത്തിയത്. തീർച്ചയായിട്ടും കഴിഞ്ഞ 5 വർഷം ഞാൻ എങ്ങനെയാണോ പ്രവർത്തിച്ചത്, അത് ഞങ്ങളുടെ പാർട്ടിയുടെ തന്നെ, മുന്നണിയുടെ തന്നെ ഒരു നയം എന്ന് പറയുന്നത്, നമ്മൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പിന്നെ ജനങ്ങളുടെ MLA ആകണം എന്നുള്ളതാണ്. പൂർണ്ണമായിട്ടും രാഷ്ട്രീയ കക്ഷി വ്യത്യാസങ്ങൾക്ക് അതീതമായി നമ്മൾ നടത്തിയിട്ടുള്ള ഒരു വലിയ പ്രവർത്തനത്തിൻ്റെ തുടർച്ചയുണ്ട്. അത് തീർച്ചയായിട്ടും ഈ 5 വർഷം ആവർത്തിക്കും. അതോടൊപ്പം പ്രധാനമായിട്ടും ഒരു കാര്യം, നമ്മളിപ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഞാൻ ഏറ്റവും കൂടുതൽ അഭിമാനിക്കുന്ന ഒരു നിമിഷം, നമ്മൾ പറഞ്ഞ അല്ലെങ്കിൽ നമ്മൾ കൊണ്ടുവന്ന, നമ്മൾ 5 വർഷം പ്രവർത്തിച്ച കാര്യങ്ങൾ ജനങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അവരത് വിശ്വാസത്തിലെടുക്കാനും ആ പിന്തുണ അവർ നിർലോഭം നൽകാനും തയ്യാറായി എന്നുള്ളതാണ്. ആ പിന്തുണയുടെ കരുത്ത് തന്നെയാണ് ഈ വിജയത്തിൻ്റെ തിളക്കം കൂട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് 100% അവരുടെ എല്ലാം പ്രതീക്ഷകളെ പൂർണ്ണമായും കൂടുതൽ തിളക്കമുള്ളതാക്കുന്നതിന് വേണ്ടിയുള്ള കഠിനമായ പരിശ്രമം തുടരും. ജനങ്ങൾക്കിടയിൽ നിൽക്കുക എന്നത് തന്നെയാണ് ഒരു പൊതുപ്രവർത്തകൻ ചെയ്യേണ്ട ഏറ്റവും പ്രധാന ഉത്തരവാദിത്തം. ഇടതുപക്ഷം കഴിഞ്ഞ 10 വർഷത്തെ ഭരണ തുടർച്ചയിൽ പോലും അവർക്ക് പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നതിൻ്റെ പ്രധാന കാരണം, മുഖ്യമന്ത്രി പോലും വളരെ പിറകിൽ പോകേണ്ട, ധർമ്മടത്ത് പിറകിൽ പോകേണ്ട സന്ദർഭമുണ്ടായതിൻ്റെ കാരണം, 1 ഡസനിലേറെ മന്ത്രിമാർ തോറ്റുപോയതിൻ്റെ കാരണം, അവരന്വേഷിക്കുമ്പോൾ കണ്ടെത്താൻ കഴിയുന്നത് ജനങ്ങളിൽ നിന്ന് അവരകന്നുപോയി എന്നതും ധിക്കാരവും ധാർഷ്ട്യവും അവർ മുഖമുദ്രയാക്കി എന്നുള്ളതുമാണ്. ഒരിക്കലും ജനം പൊറുക്കാത്ത ഒരു തെറ്റാണത്.
നജീബ് കാന്തപുരത്തിന്റെ വിജയത്തിൽ മണ്ഡലത്തിൽ UDF പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തി. അൽസലാമ ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ 20ാം വർഷത്തിലേക്ക് 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി.